BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ജീവനെടുത്ത ജാതിവെറിയുടെയും അഴിയാക്കുരുക്കായി മാറിയ ലോൺ ആപ്പിന്റെയും നാൾ വഴികളിലൂടെ നേർരേഖയുടെ യാത്ര. അമ്മയുടെ ചികിത്സക്കായി വായ്പയെടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ പോയ 18,000 രൂപയ്ക്ക് തീരേണ്ടതാണോ നിതിന്റെ ജീവിതം? ചുറ്റും നിന്ന് അട്ടഹസിച്ച പ്രിൻസിപ്പളും അധ്യാപകരും നിതിനെ ഒന്നു ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. എന്തേ നമ്മുടെ അധ്യാപകർ ഇങ്ങനെ? എന്തുകൊണ്ട് പുതുതലമുറ കൊടും പലിശയുള്ള നിയമവിരുദ്ധ ലോൺ ആപ്പുകളെ ആശ്രയിക്കുന്നു? ഡോക്ടർ റാമിനെ പോലുള്ള അധ്യാപകരുടെ മാനസിക നിലയെന്ത്? നിതിൻ രാജിനെ പോലത്തെ ആളോടും ഇങ്ങനത്തെ കുട്ടികളോട് പറയണല്ലേ, നിങ്ങൾ അന്ന് ആ പ്രിൻസിന്റെ റൂമെന്ന് ഇതായി തെറ്റ് പറ്റി 18,000 ഓക്കെ ചീത്ത പറഞ്ഞു. നിതിൻ രാജ് അന്ന് പുറത്തിറങ്ങി ഗേറ്റിന്റെ പുറത്ത് ഒന്ന് ഇറങ്ങി നിന്ന് ഒരു ഇതേപോലെ കണ്ണൂർ വിഷൻ ഏതെങ്കിലും ഒരു വിഷൻ ആൾക്കാരെയും വിളിച്ച് എൻ്റെ പ്രശ്നം ഇതാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇരുന്നെങ്കിൽ കറുത്തോൻ വെളുത്തോൻ എന്നങ്ങ് വിളിച്ചാലും ഓനെ അടിച്ച് പമ്പരം പോലെ കലക്കിയിട്ട് ജാതി ഏതാ മതം ഏതാന്ന് പോലും ചിലയുണ്ടെല്ലാം പേര് ജെയ്സൺ എന്നല്ല. ഞങ്ങൾ സ്കൂൾ തീരുന്നവരെ വിചാരിച്ച ക്രിസ്ത്യനാണ്, പക്ഷേ ഹിന്ദുവിൻ. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ പല സാമ്പത്തിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ മറ്റു കുട്ടികളെ അനുകരിക്കാനുള്ള ഒരു ഭ്രമം കുട്ടികളുടെ അടുത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം പണം വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി കുട്ടിയുടെ ഇടയിൽ രൂപപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പഴയൊരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാ ഭവനങ്ങളിലും കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഭവനങ്ങളുണ്ട്, തമ്മിൽ മത്സരിച്ചും സംസാരിച്ചും ഒക്കെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവർ കുറച്ചുകൂടി കരുത്തുള്ളവരായിട്ട് അങ്ങനെ വളർന്നു വരും. പക്ഷേ ഇപ്പോൾ വളരെ ഓരോ വീട്ടിലും വളരെ ചുരുങ്ങിയ എണ്ണം കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കോൺടാക്ട് ലിസ്റ്റ് കിട്ടി മോർഫ് ചെയ്യുക, എല്ലാവരും ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ മാതിരി എല്ലാവരും പറഞ്ഞിട്ട് ഇവനെ ഇൻസൾട്ട് ഡാമേജ് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഇതിന് ഒരു ഡാമേജിങ് ഇത് സംഗതി മെയിൻലി ഒരു ഇൻസൾട്ട് ചെയ്തിട്ട് ഡാമേജ് ചെയ്തിട്ട് എക്സ്റ്റോർട്ട് ചെയ്ത് എല്ലാം ഒരു കോമ്പിനേഷനിൽ ആളെ നോക്കിയിട്ട് പ്രവർത്തിക്കും. ഉദാഹരണത്തിന് ഞാൻ ലോണ് സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് സാങ്ഷൻ ലെറ്റർ കൊടുക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയണം, മെച്യൂരിറ്റി പീരീഡ് പറയണം, എന്തൊക്കെ ബാങ്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ സർവീസ് പ്രൊവൈഡർ ചെയ്യണം. പിന്നെ ഇവർക്ക് ഒരു കോൺടാക്ട്സിന് മേലെ ആക്സസോ ഇതൊന്നും കൊടുക്കുക, അങ്ങനെ ചോദിച്ചാൽ തന്നെ മനസ്സിലായിക്കോളൂ ഇവർ ആക്സസ് ചോദിക്കുള്ളൂ. കോൺടാക്ട്സിന് ആക്സസ് ചെയ്യും, ഫോട്ടോസിന് ആക്സസ് ചെയ്യും, ഇതൊക്കെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഏപ്രിൽ 25 ശനിയാഴ്ച രാത്രി 7 മണിക്ക് നേർരേഖ എത്തുന്നു. മറക്കാതെ കാണുക നേർരേഖ.